ഹലോ. അപ്പോൾ നമുക്കിന്ന് സ്റ്റിച്ചസ് കണ്ടിന്യൂ ചെയ്താലോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യണമെന്ന് നോക്കുക. സെയിം മെത്തേഡ് സ്ലിപ്പ് നോട്ട് ഇടുക, 11 ചെയിൻ സ്റ്റിച്ച് ഇടുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വായോ, എന്നിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 11 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ സിംഗിൾ ക്രോഷ്യയിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലായിരുന്നു ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ 2 ചെയിൻ സ്കിപ്പ് ചെയ്യണം, എന്നിട്ട് മൂന്നാമത്തേൽ വേണം നമ്മൾ എന്ത് ചെയ്യണത്, ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. പിന്നെ എക്സ്ട്രാ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ. വീഡിയോയിൽ കാണുമ്പോൾ ആദ്യം ഒന്ന് യാൺ ഓവർ ചെയ്യുക, അതിനുശേഷം നമ്മൾ ആ തേർഡ് സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഹുക്കിനകത്ത് 3 ലൂപ്പ് കാണും. എന്നിട്ട് ആ 3 ലൂപ്പിൽ കൂടെ എന്ത് ചെയ്യണം, യാൺ വലിച്ച് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കിട്ടും. അങ്ങനെ ബാക്കി സ്റ്റിച്ചസിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ഹാഫ് ഡബിൾ ക്രോഷ്യം കൂടി കിട്ടും. നമ്മളിവിടെ മൊത്തം 11 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം നമുക്കിവിടെ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിരിക്കും നമുക്ക് കിട്ടണത്. അത് നമുക്കിത് കഴിയുമ്പോൾ എണ്ണി ഒന്ന് നോക്കാം. എന്താ നോക്കിക്കണം, ഓടിപ്പോയി ഹുക്കും യാണൊക്കെ എടുത്തിട്ട് വാ, നമുക്ക് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആ 11 ചെയിൻ സ്റ്റിച്ചിനകത്തും ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. അപ്പം നമ്മുടെ ആ ഫസ്റ്റത്തെ റോ കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് കൗണ്ട് ചെയ്തിട്ട് നോക്കാം എത്ര എണ്ണം കിട്ടേണ്ടതെന്ന്. നമുക്ക് വേഗം സ്റ്റിച്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇവിടെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ സ്ലിപ്പ് നോട്ടിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു ചെയിനും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. ഇനി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. നമ്മളിവിടെ 11 സ്റ്റിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം നമുക്കിവിടെ 9 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഡബിൾ ക്രോഷ്യ കൗണ്ട് ചെയ്യുന്നത് നമ്മൾ ആ ടേണിങ് സ്റ്റിച്ചായിട്ട് നമ്മൾ ആ 2 എണ്ണം സ്കിപ്പ് ചെയ്തില്ലേ, അതിനെ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ മൊത്തം 10 എണ്ണം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത റോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഫസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യോയിൽ ഈ ഒരു സെയിം മെത്തേഡ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇതിനകത്ത് കുറേ തെറ്റും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സാരമില്ല, നമുക്കതൊക്കെ വഴിയെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ സ്റ്റിച്ചസ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമ്മിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകും, അതും സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, എത്ര എണ്ണം സ്കിപ്പ് ചെയ്യണം, എത്രയിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിതേ ഇവിടെ രണ്ടാമത്തെ റോയും കംപ്ലീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ റോയും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഈ സെയിം പോലെ തന്നെ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ആയിരിക്കും കിട്ടണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.